ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സീസൺസ് ആൻഡ് ടൈം. സീസൺ, ഇവിടെ ബൈ സീസൺ കാലങ്ങൾ, ടൈം സമയവും. അപ്പോൾ കാലം, സീസൺസ് എന്ന ഓരോ കാലങ്ങൾ. നിങ്ങൾക്ക് പരിചയമുള്ള സീസൺസ് ഏതൊക്കെയാണ്? സമ്മർ, വിൻ്റർ. ഒന്ന് ആലോചിച്ചു. എന്ത് മാങ്ങാ സീസണോ? മാങ്ങാ സീസൺ, ചക്ക സീസൺ, ആ സീസൺ അല്ലത്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യുള്ളത് സമ്മർ, വിൻ്റർ, സ്പ്രിങ്, ഓട്ടം തുടങ്ങിയ ഒരുപാട് സീസൺസ്. ദെൻ ടൈം കാൽക്കുലേഷൻ, സമയം എങ്ങനെ കണക്ക് കൂട്ടാം. ഇപ്പോൾ സമയം 10 മണി, നമ്മളെ വച്ച സമയം 10 മണിയാണ് സങ്കല്പിക്കുക. നിങ്ങൾ വച്ച സമയം 10 മണിയാണ് എങ്കിൽ ജപ്പാനിലെ സമയം 10 മണിയാണോ? സൗദി അറേബ്യയിലെ സമയം 10 മണിയാണോ? അല്ല. ഈ ടൈം കാൽക്കുലേഷൻ വ്യത്യാസം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ചർച്ചാ വിഷയം. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. എന്നാൽ ശ്രദ്ധ പോയാലോ ഈ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ തീരെ മനസ്സിലാവില്ല. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, എന്നാൽ തന്നെ ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ചോദ്യങ്ങൾക്കും. ആദ്യം നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. വാട്ട് ബൈ റൊട്ടേഷൻ? ഭൂമി ഇങ്ങനെ കറങ്ങുക, ബെഞ്ച് റൊട്ടേഷൻ അല്ല. റൊട്ടേഷൻ ഓഫ് ദി എർത്ത് എന്നാൽ ഭൂമിയുടെ ഭ്രമണം. തന്നെ റൊട്ടേഷൻ. ഭൂമി ഇങ്ങനെ കറങ്ങുക. സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഭൂമിൻ്റെ ഇതാണ് ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതാണ് റൊട്ടേഷൻ. The earth take 24 hours to complete one rotation. Earth take 24 hours to complete one rotation. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എർത്തിന് എടുക്കുന്ന സമയമാണ് 24 hours, 24 മണിക്കൂറാണ്. അപ്പോൾ ഭൂമി ഇങ്ങനെ സ്വയമായിട്ട് കറങ്ങുക, അതാണ് റൊട്ടേഷൻ. The earth take 24 hours to complete one rotation. അതിൻ്റെ റിസൾട്ട് എന്താ? We feel day and night. രാത്രിയും പകലുണ്ടാവും നമുക്ക്. ഇതന്നെ റൊട്ടേഷൻ റിസൾട്ട്. എക്സാമ്പിൾ ഇപ്പോൾ നോക്ക്, ഇവിടെ സൂര്യൻ, ഈ ഭാഗത്ത് സൂര്യനാണ്. അപ്പോൾ ഇത് ഭൂമിയാണ് സങ്കല്പിക്കുക. ഭൂമിയുടെ ഇത്രയും ഭാഗത്തേക്ക് സൺലൈറ്റ് വരും. ഇവിടെ ഇപ്പോൾ ഡേ ആണ്, ഇവിടെ ഇപ്പോൾ ഡേ ആയിരിക്കും. എന്നാൽ സെയിം ടൈം ഇവിടെ എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും. അടുത്ത റൊട്ടേഷൻ, ഭൂമി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്നു, ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഡേ. അപ്പോൾ നേരത്തെ ഡേ ഉണ്ടായിരുന്നു, എന്തായി? നൈറ്റ്. അപ്പോൾ റൊട്ടേഷൻ റിസൾട്ട് എന്താ? ഡേ ആൻഡ് നൈറ്റ്. രാത്രിയും പകലുണ്ടാകുന്നു. വേറെ എക്സാമ്പിൾ, ഞാൻ ഭൂമിയാണ്, ഞാൻ എർത്താണ്. ഇപ്പോൾ ഇവിടെ സൂര്യനാണ്. അപ്പോൾ അവിടുന്ന് സൺലൈറ്റ് ഇത്രയും ഭാഗത്തേക്ക് നേരിട്ട് വരും. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഡേ ആണ്, എർത്തിൻ്റെ ഈ ഭാഗത്ത് ഡേ ആണ്. അപ്പോൾ ഈ ഭാഗത്ത് എന്തായിരിക്കും? നൈറ്റ്. ഇനി അങ്ങനെ കറങ്ങിയതാ, നേരത്തെ നൈറ്റുള്ള ഭാഗത്ത് ഇപ്പോൾ ഡേ ആവും. ഇതല്ലേ റൊട്ടേഷൻ റിസൾട്ട്? ഇങ്ങനെ റൊട്ടേഷൻ്റെ റിസൾട്ട് അതല്ലേ? അപ്പോൾ എന്താ റൊട്ടേഷൻ? സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഈസ് കാൾഡ് റൊട്ടേഷൻ. ദ എർത്ത് ടേക്ക് 24 hours to complete one rotation. Result, we feel day and night. Then now we discuss revolution of the earth. Revolution. You know French revolution, American revolution, അതല്ല revolution. പരിക്രമണം. Revolution means ഞാൻ വരച്ചുതരാം. സപ്പോസ് ദിസ് വൺ ഈസ് സൺ. സൂര്യനാണിത്, തോന്നുന്നില്ലേ? സൺ തോന്നുന്നുണ്ടാവും. ഇമാജിനേഷൻ ഓഫ് ആർട്ടിസ്റ്റ്, ചിത്രകാരൻ്റെ ഭാവനയിലെ സൂര്യനാണത്. ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. വാട്ട് ബൈ എലിപ്റ്റിക്കൽ ഓർബിറ്റ്? ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാത. അതൊരു സർക്കിൾ അല്ലല്ലോ, ഇത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ഇങ്ങനെയുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ ഇത് എർത്താണത്. ഈ എർത്ത് ഇങ്ങനെ ചുറ്റുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക സണ്ണിന് ചുറ്റും. അതാണ് റെവല്യൂഷൻ. The earth revolves. What do you revolves? തവാഫ് ചെയ്യുക, ചുറ്റുക. The earth revolves around the sun in an elliptical orbit is known as revolution of the earth. The earth revolves around the sun in an elliptical orbit is known as revolution. The earth take 365 days and 6 hours to complete one revolution. ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കാൻ ഭൂമിക്ക് എടുക്കുന്ന സമയം 365 days and 6 hours. 365 ദിവസവും 6 മണിക്കൂർ ആവശ്യം. What is a revolution? The earth revolves around the sun in an elliptical orbit is known as revolution. Earth take 365 days and 6 hours to complete
one revolution. Have you got it? Any doubt? No. Okay. Then in this 365 days consider as a year. 360 ദിവസം ഒരു വർഷമായി കണക്കാക്കും. ബാലൻസ് എത്ര ഉണ്ട് നിങ്ങൾ പറ? Yes, 6 hours. The remaining 6 hours will be considered as a full day in every 4 years. ഈ ബാലൻസ് വരുന്ന 6 hours-നെ കൺസിഡർ ആസ് എ ഇയർ, ഒരു വർഷമായി കണക്കാക്കും. എവറി 4 ഇയർ, ഇപ്പോൾ ഓരോ 4 വർഷം കൂടുമ്പോഴും. സോ 6 × 4 = 24. നല്ല കണക്ക് മാഷ് പഠിപ്പിച്ചത്. അങ്ങനെ 24 hours എന്ന് പറഞ്ഞാൽ 1 day അല്ലേ? 24 പറഞ്ഞാൽ 1 day അല്ലേ? അപ്പോൾ 365 days considered as a year. Remaining 6 hours will be considered as a full day in every 4 years. Thus, every 4th year has 366 days. ഓരോ 4 വർഷം കൂടുമ്പോഴും 366 days, 366 ദിവസങ്ങൾ ഉണ്ടാവും. This type of year is called leap year. എന്താ വിളിച്ചത്? ഇത്രയും വർഷമാണ് ലീപ്പ് ഇയർ, അതിവർഷം, നോട്ട് അടിവർഷം, അതിവർഷം. അപ്പോൾ ഓരോ 4 വർഷം കൂടുമ്പോഴും വർഷത്തിൽ എത്ര ദിവസം ഉണ്ടാവുന്നത്? 366 ദിവസം ഉണ്ടാവും. അത്തരം വർഷങ്ങൾ എന്താ വിളിക്കുക? ലീപ്പ് ഇയർ. ആ അധിക വരുന്ന ദിവസത്തെ ഏത് മാസത്തിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൽ? യെസ്, ഫെബ്രുവരിയിൽ. ഫെബ്രുവരി വികലാംഗന, തികയാതെ പ്രസവിച്ച കുട്ടിയാണത്. കാരണം ഫെബ്രുവരിയിൽ 28 ദിവസമല്ലേ ഉള്ളൂ, അതിലേക്ക് ഒരു ദിവസം ആഡ് ചെയ്യും. അപ്പോൾ 29 days. ഇത് 29th day ഓഫ് ഫെബ്രുവരി. ഫെബ്രുവരി 29ാമത്തെ ആ ദിവസമാണ് ലീപ്പ് ഡേ. ലീപ്പ് ഡേ ഏതാണ്? 29th day of February, called leap day. Have you got it? Once again, the earth revolves around the sun in an elliptical orbit is known as revolution. The earth takes 365 days and 6 hours to complete one revolution. In this 365 days considered as a year. Remaining 6 hours will be considered as a full day in every 4 years. Thus, every 4th year has 366 days. This type of year is called leap year. The 29th day of February called leap day. കഴിഞ്ഞു പോയ 2016 ലീപ്പ് ഇയർ ആയിരുന്നു, 2016. ഈ കഴിഞ്ഞു പോയ 2020 ലീപ്പ് ഇയർ ആയിരുന്നു. അടുത്ത ലീപ്പ് ഇയർ എന്നാ വരെ നിങ്ങൾ പറയും? യെസ്, 2024, 2024. കാരണം 4 വർഷം കൂടുമ്പോഴാണ് വരുന്നത് അല്ലേ? അവിടെ ആലോചിച്ച് നോക്കി. ഈ കഴിഞ്ഞു പോയ 2020 ഫെബ്രുവരി മാസം ഒരുത്തൻ്റെ കല്യാണം കഴിഞ്ഞു. ഫെബ്രുവരി മാസം 29-ാം തീയതി ഒരാളെ കല്യാണം കഴിഞ്ഞ്. ഓന് 2020 ഫെബ്രുവരിയിലാണ് കേട്ടോ. ഓൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാ കൊണ്ട് ആഘോഷിക്കാൻ പറ്റുക? 2024 ഫെബ്രുവരിയിലാണ്. അപ്പോൾ 4 വർഷത്തിൽ ഒരിക്കൽ ആഘോഷിച്ചാൽ പോലെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഈ കൊറോണ കാലത്ത് സാമ്പത്തികമായി ലാഭിച്ചൂടെ? ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ പഠിച്ചു ലീപ്പ് ഇയർ. ഹാവ് യു ഗോട്ട് ഇറ്റ്? എനി ഡൗട്ട്? അടുത്തിലേക്ക് പോവാം. അടുത്ത് പഠിക്കാനുള്ളതാണ് ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് ആക്സിസ്. വാട്ട് ബൈ ഇൻക്ലിനേഷൻ? വാട്ട് ബൈ ഇൻക്ലിനേഷൻ? ചെരിവ്. എന്താണ് ചെരിവ്? ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് ആക്സിസ്, ഭൂമിയുടെ ചെരിവ്. പലജാതി ചെരുവ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ചിലപ്പോൾ കാണാം എക്സാം ഹാളിൽ കാണാൻ ചില കുട്ടികൾ അടുത്തുള്ള കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണതാണ്, കണ്ടില്ല നിങ്ങൾ? ചിലപ്പോൾ കാണാൻ ഈ കാറ്റൊക്കെ അടിച്ചാൽ കാണാൻ വാഴക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണതാണ്, കണ്ടില്ല നിങ്ങൾ? അതേപോലെ ഭൂമിക്കും ചെരിവുണ്ട്. ആ ചെരിവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ്. ഇൻക്ലിനേഷൻ വളരെ വ്യക്തമായി കാണിക്കുന്ന ചിത്രമുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ടേക്ക് പേജ് നമ്പർ 8 എടുത്തോ? അതൊരു ചിത്രം കണ്ടോ? ആ ചിത്രം ഞാൻ അവിടെ നിന്ന് വരക്കുകയാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. എർത്ത് ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ സങ്കല്പിക്കാം. ഭൂമിയുടെ സെൻട്രൽ ഭാഗം. ആക്സിസ് ഓഫ് എർത്ത്, ഭൂമിയുടെ ആക്സിസ് ഓഫ് എർത്ത്, അച്ചുതണ്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഭൂമിയാണ്. ഇത് നമ്മൾ ഭൂമി ഇതാ ഇങ്ങനെ നിൽക്കുകയാണ്. ഭൂമി സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. ശരിക്കും നോക്കൂ, ഈ നോർത്ത് പോൾ വഴി സൗത്ത് പോൾ വഴി ഇങ്ങനെയല്ലേ നിൽക്കുന്നത്? അതിങ്ങനെ ആവുമ്പോഴല്ലേ ശരിക്കും നിൽക്കുള്ളൂ, നിവർന്ന് നിൽക്കണുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവുമ്പോഴല്ലേ നേരെ ആവണുള്ളൂ. ഒരിക്കലും ഇങ്ങനെ ഭൂമി നിൽക്കണില്ല, നിവർന്ന് നിൽക്കണില്ല. ഭൂമി ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ആ ചെരിവാണ് നമ്മൾ പറയാൻ പോണത്. നോക്കാം. ഇവിടെ ഇത് ആക്സിസ് ഓഫ് എർത്ത്, അച്ചുകൊണ്ടുള്ള സാധനമാണിത്. എൻ്റെ ചോദ്യം, ഇത് എത്ര ഡിഗ്രി ആംഗിളാണ്? ഇത് മൊത്തത്തിൽ ഈ ആംഗിൾ മാത്തമാറ്റിക്സ് മാസ്റ്റർ ഒക്കെ പഠിപ്പിച്ച പ്രകാരം എത്ര ഡിഗ്രി ആംഗിൾ?
യെസ് 90 ഡിഗ്രിയാണ്. അതിൽ ഈ ആംഗിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ അളവ് 66.5 ഡിഗ്രി ആയിരിക്കും. ഈ പീസ് ഇത് 66.5 ഡിഗ്രി ആണെങ്കിൽ ഇതെങ്ങനെ എങ്ങനെ കിട്ടുക? യെസ്, വെരി ഗുഡ്. 90 മൈനസ് 66.5 ഡിഗ്രി. അപ്പം എത്ര കിട്ടുക? കാൽക്കുലേറ്റർ ആണോ? യെസ്, 23.5 ഡിഗ്രി. ഓക്കെ, നമ്മൾ ഈ പീസിന് പേരാണ് ഇഫ് മെഷർഡ് ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ. ഇതിന് പേരാണ് ഓർബിറ്റൽ പ്ലെയിൻ. If measured from the orbital plane, the Earth axis tilt at an angle of 66.5 degree. ഈ പീസിന്റെ പേരാണ് ഓർബിറ്റൽ പ്ലെയിൻ, പരിക്രമണ തലം മലയാളത്തിൽ പറയുകയാണെങ്കിൽ. If measured from the orbital plane, the Earth axis tilt at an angle of 66.5 degree. ഇപ്പം ഞാൻ ഈ വെച്ച ഈ ലൈൻ ഒരു വെർട്ടിക്കൽ ലൈനാണോ ഹൊറിസോണ്ടൽ ലൈനാണോ? അത് വെർട്ടിക്കൽ. ഓക്കെ, അപ്പം ഇതിന് പേരാണ് വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ഇഫ് മെഷർഡ് ഫ്രം ദ വെർട്ടിക്കൽ പ്ലെയിൻ, ദ എർത്ത് ആക്സിസ് ടിൽറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി. അപ്പോൾ ആക്സിന്റെ ചെരിവ് എത്ര ഡിഗ്രി വെക്കുമ്പോൾ 66.5 ഡിഗ്രി ശരിയാണ്. 23.5 ഡിഗ്രി അതും ശരിയാണ് അല്ലേ? ഇഫ് മെഷർഡ് ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ, ദ എർത്ത് ആക്സിസ് ടിൽറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി. If measured from the vertical plane, ഇതിനെ അളക്കുമ്പോൾ the earth axis tilt at an angle of 23.5 degree. Have you got it? അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ചോദിച്ചു, കുട്ടികളെ ഭൂമിയുടെ ചെരിവ് എത്ര ഡിഗ്രിയാണ്? ഒരു കുട്ടി പറഞ്ഞു 23.5 ഡിഗ്രി, മറ്റൊരു കുട്ടി പറഞ്ഞു 66.5 ഡിഗ്രി. രണ്ടും ശരിയാണ്, പക്ഷേ രണ്ടും വളരെ പൂർണ്ണമായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അത് എപ്പോഴാണ് 66, എപ്പോഴാണ് 23.5 ഡിഗ്രി പറയണം. ഇഫ് മെഷർഡ് ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ, പരിക്രമണ തലത്തെ അടിസ്ഥാനമാക്കുമ്പോൾ ദ എർത്ത് ആക്സിസ് ടിൽറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി. But if measured from the vertical plane, the earth axis tilt at an angle of 23.5 degree. Have you got it? Any doubt? അടുത്തിലേക്ക് പോവാ. അടുത്താണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. എന്താ പഠിക്കാനുള്ളത്? പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അച്ചുതണ്ടിൻ്റെ സമാന്തരത. ടേക്ക് പേ നമ്പർ 9, ടെക്സ്റ്റ് ബുക്കിലെ പേ നമ്പർ 9 എടുക്കുക. അതൊരു ചിത്രം കണ്ടോ? ആ ചിത്രത്തിൽ സെൻട്രൽ ആരാ നോക്ക്? യെസ്, സെൻട്രൽ സൂര്യനാണ്. ആ സൂര്യനെ ഭൂമി ചുറ്റുന്ന രംഗല്ലേ കാണുന്നത്, റവല്യൂഷൻ്റെ ചിത്രമല്ലേ കാണുന്നത്? എത്ര ഭൂമി കാണുന്നുണ്ട്? യെസ്, 4 കാണുന്നുണ്ട്. ആ 4 ഭൂമി നോക്കുമ്പോഴും ആ 4 ഭൂമിയിലും നിങ്ങൾ ആക്സ് ഓഫ് എർത്ത് നോക്കുക. ആക്സ് ഓഫ് എർത്ത് ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്? എപ്പോഴെങ്കിലും ആക്സ് ഓഫ് എർത്ത് ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നുണ്ടോ? ഇല്ല, എപ്പോഴും ചെരിഞ്ഞല്ലേ നിൽക്കുന്നത്. അതിനെ വിളിച്ച പേരാണ് പാരലലിസം. ഒരു വർഷം ചോദിച്ചു, വാട്ട് ഡു യു മീൻ ബൈ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്? ആൻസർ ആയിട്ടോളി, ദ എർത്ത് മെയിൻറ്റൈൻ ഇറ്റ്സ് ടിൽറ്റ് ത്രൂ ഔട്ട് ദ റവല്യൂഷൻ പീരിയഡ്. ദ എർത്ത് മെയിൻറ്റൈൻ, എർത്ത് നിലനിർത്തുന്നു, ഇറ്റ്സ് ടിൽറ്റ് അതിൻ്റെ ചെരിവ്, ത്രൂ ഔട്ട് ദ റവല്യൂഷൻ്റെ മുഴുവൻ സമയത്തും. എന്താ റവല്യൂഷൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ആരെ? സൂര്യനെ. ആ ചുറ്റുന്നല്ലേ റവല്യൂഷൻ. അപ്പോൾ റവല്യൂഷൻ്റെ മുഴുവൻ സമയത്തും എർത്ത് ആക്സിസ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിനെ വിളിച്ച പേരാണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. കിട്ടിയോ? അപ്പം എന്താണ് പാരലലിസം? ദ എർത്ത് മെയിൻറ്റൈൻസ് ഇറ്റ്സ് ടിൽറ്റ് ത്രൂ ഔട്ട് ദ റവല്യൂഷൻ പീരിയഡ് ഈസ് നോൺ ആസ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. അപ്പം നമ്മൾ പറഞ്ഞത് റൊട്ടേഷൻ ടൈം 24 hours, റൊട്ടേഷൻ റിസൾട്ട് ഡേ ആൻഡ് നൈറ്റ്. ദെൻ റവല്യൂഷൻ പീരിയഡ്, ലീപ്പ് ഇയർ, ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് ആക്സിസ്, ആൻഡ് ഫൈനലി പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. എന്താ പാരലലിസം? ദ എർത്ത് മെയിൻറ്റൈൻ ഇറ്റ്സ് ടിൽറ്റ് ത്രൂ ഔട്ട് ദ റവല്യൂഷൻ പീരിയഡ് ഈസ് നോൺ ആസ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. പുസ്തകം വായിച്ചു നോക്കൂലേ? അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് മനസ്സിലായെങ്കിലേ അടുത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ. അടുത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് പറയാനുള്ളതാണ് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ.
അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, സൂര്യൻ്റെ അയനം എന്ന് പറയും മലയാളത്തിൽ. സൂര്യൻ്റെ സ്ഥാനമാറ്റം കണ്ടു നിങ്ങൾ? പക്ഷെ നമ്മൾ കാണുന്നില്ല, അത് ഫീൽ ചെയ്യാണ്. അപ്പാരന്റ് മൂവ്മെന്റ് സൺ ഒരിക്കലും നമുക്ക് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം ഞാൻ. ചില മാസങ്ങളിൽ നിങ്ങൾ സ്കൂളിലോട്ട് വീട്ടിലെത്തലില്ലേ? സ്കൂളൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ചില മാസങ്ങളിൽ 6:45 മണിയൊക്കെ ആവും ഇരുട്ടാവാൻ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ സ്കൂളൊക്കെ 5 മണിക്കൊക്കെ വിടണമെങ്കിൽ അല്ലെങ്കിൽ 4:00 വിടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് 6:45 7 മണിൻ്റെ ഇടയിലൊക്കെയാണ് ഇരുട്ടാവൽ. എന്നാൽ ചില മാസങ്ങളിലോ 5:45 6 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവലുണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രാത്രി ആവലുണ്ട്. അനുഭവപ്പെട്ടില്ലേ നിങ്ങൾക്ക്? അതേപോലെ രാവിലെയും മോർണിംഗിൽ ചില മാസങ്ങളിൽ നേരത്തെ പ്രകാശത്തും എന്ന് പറഞ്ഞാൽ 5:30 5:45 ആകുമ്പോഴേക്കും വെളിച്ചെത്തലുണ്ട്. 5:30 എണീറ്റ് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. നിങ്ങൾ എണീക്കലുണ്ടോ? മൂത്രയിക്കാനേക്കാരം വായിക്കാൻ എണീക്കണം. പിന്നെ അപ്പോൾ 5:30 വെളിച്ചെത്തലുണ്ട്. എന്നാൽ ചില മാസങ്ങളിലോ 6 മണി കഴിഞ്ഞ് 6:30 6:15 6:20 ആവും വെളിച്ചെത്താൻ. ഇത് നമുക്ക് ഫീൽ ചെയ്യില്ലേ? അത് ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണിൻ്റെ റിസൾട്ടാണ്. എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ശ്രദ്ധിച്ചോളൂ. നോക്കാം. എർത്ത് ഭൂമിയാണ്, തോന്നണില്ലേ? മന്ദബുദ്ധിയൊക്കെ തോന്നില്ല, നിങ്ങൾക്ക് തോന്നണില്ലേ? ഓക്കെ, ഇത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. പേരെന്താ? യെസ്, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൻ്റെ പേരാണ് ഇക്വേറ്റർ. ഇത് 23.5 ഡിഗ്രി നോർത്ത്. 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിൻ്റെ പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇത് 23.5 ഡിഗ്രി സൗത്ത്. ഇതിൻ്റെ പേരാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ, 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഞാൻ പറയാൻ പോകുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ ആണ്. അത് കാണിക്കുന്ന ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളി. ദിസ് വൺ ഈസ് സൺ, സൂര്യനാണത്. ഇതും സൂര്യനാ. എന്താ ഇപ്പോൾ ഇത് 4 സൂര്യനോ? അന്ത്യനാളായോ? തെറ്റിദ്ധരിക്കരുത്. 4 വ്യത്യസ്ത സമയങ്ങളിലെ സൂര്യനെ കൊടുത്തത്. ഇത് എല്ലാ വർഷവും ജൂൺ 21 ആണ്. ഇത് സെപ്റ്റംബർ 23, ഇത് ഡിസംബർ 22, ഇത് മാർച്ച് 21. നോക്കാം, ആരോ മാർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. മാർച്ചിൽ സൂര്യൻ ഇക്വേറ്ററിന്മേൽ, ഏപ്രിൽ ഇവിടെ, മെയ് ഇവിടെ, ജൂണിൽ ഇവിടെ എത്തി. എവിടെ എത്തി? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്മേൽ. ജൂലൈ ഇവിടെ, ഓഗസ്റ്റ് ഇവിടെ, സെപ്റ്റംബറിൽ ഇക്വേറ്ററിന്മേൽ എത്തി. ഒക്ടോബർ ഇവിടെ, നവംബർ, ഡിസംബർ ഇവിടെ എത്തി. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇങ്ങനെയാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നത്. ഇങ്ങനെ ചിത്രങ്ങൾ പുസ്തകത്തിലില്ല, ഒരിക്കലും പുസ്തകം നോക്കിയാൽ കിട്ടൂല. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ കാണിക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ചിത്രത്തെ എങ്ങനെ ഈ രൂപത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടണം, മനസ്സിലേക്ക് പതിയണം. ഈ ചിത്രങ്ങൾ മരിക്കോളങ്ങളെ മനസ്സിൽ വേണം. മരിച്ചാൽ പിന്നെ വേണ്ട, മരിക്കോളങ്ങളെ മനസ്സിൽ വേണം ഈ ചിത്രം. കേട്ടില്ലേ? അപ്പോൾ നോക്കാം. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്താ പറയാൻ പോവാണ്? ദ സൺ ഷിഫ്റ്റ്. വാട്ട് ബൈ ഷിഫ്റ്റ്? കാറ് സ്വിഫ്റ്റാടാ. ഇത് ഷിഫ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ദ സൺ ഷിഫ്റ്റ് അപ്പാരൻലി, ഷിഫ്റ്റ് മീൻസ് സ്ഥാനം മാറുക. ദ സൺ ഷിഫ്റ്റ് അപ്പാരൻലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. The sun shift apparently between Tropic of Cancer and Tropic of Capricorn. Tropic of Cancerൻ്റെയും Tropic of Capricornൻ്റെയും ഇടയിൽ സൂര്യൻ്റെ സ്ഥാനം ഇങ്ങനെ മാറി അനുഭവപ്പെടുന്നു. ഷിഫ്റ്റ് എന്നാൽ ചേഞ്ച് ചെയ്യുക, മാറുക. The sun shift apparently between Tropic of Cancer and Tropic of Capricorn. Tropic of Cancerൻ്റെയും Tropic of Capricornൻ്റെയും ഇടയിൽ സൂര്യൻ്റെ സ്ഥാനം ഇങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്നു. This is known as apparent movement of sun. The sun shift apparently between Tropic of Cancer and Tropic of Capricorn. Tropic of Cancerൻ്റെയും Tropic of Capricornൻ്റെയും ഇടയിൽ സൂര്യൻ്റെ സ്ഥാനം ഇങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്നു. This is known as apparent movement of sun. ഇപ്പോൾ നോക്ക്, മാർച്ച് 21 സൂര്യൻ ഇക്വേറ്ററിന്മേൽ,
ഏപ്രിൽ മെയ് ജൂണിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തി, ജൂൺ 21. ജൂലൈ ഇവിടെ, ആഗസ്റ്റ് ഇവിടെ, സെപ്റ്റംബർ 23 വീണ്ടും ഇക്വേറ്ററിൽ, ഒക്ടോബർ നവംബർ ഡിസംബറിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്, ഡിസംബർ 22, ജനുവരി ഫെബ്രുവരി മാർച്ച്. ഇങ്ങനെ സൂര്യൻ്റെ സ്ഥാനം ഇങ്ങനെ മാറുന്നുണ്ട്. ഇതാണ് മാറുന്ന നമുക്ക് ഫീൽ ചെയ്യാണ്. ഇതാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. There will be variation in the amount of solar energy received on Earth due to the apparent movement of sun. There will be variation in the amount of solar energy. ഭൂമിയിലേക്ക് എത്തുന്ന സോളാർ എനർജിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഡ്യൂ ടു ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. എന്തിൻ്റെ ഫലമായി? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണിൻ്റെ ഫലമായിട്ട് ഭൂമിയിലേക്ക് എത്തുന്ന സോളാർ എനർജി, സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. The sunrise falls vertically region. ഒരു സ്ഥലത്തേക്ക് സൺറൈസ് ഫാൾ vertically നേരിട്ട് വരിക. ഹൈ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ഹിയർ. അവിടെ നല്ല ചൂടായിരിക്കും. ബട്ട് സൺറൈസ് ഫാൾ സ്ലാൻഡിങ് എ റീജിയൻ. ഒരു സ്ഥലത്തേക്ക് സൺറൈസ് സ്ലാൻഡിങ് ചെരിഞ്ഞ് വരിക. അപ്പോൾ അവിടെ എന്തായിരിക്കും? ലോ ടെമ്പറേച്ചർ ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. ദിസ് വൺ ഈസ് എർത്ത്. ഇത് സൺ, സൂര്യപ്രകാശം സങ്കല്പിക്കാം. സൺ, സൂര്യനാണ്. ഈ സൺറൈസ് നോക്കുമ്പോഴേക്ക് വേർട്ടിക്കൽ നേരിട്ട് വരും, ഇല്ലേ? അപ്പോൾ അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. എന്നാൽ അങ്ങോട്ട് നോക്ക്, പോളാർ റീജിയൻ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് സൺറൈസ് എങ്ങനെ പോണ്? ചെരിഞ്ഞിട്ടല്ലേ പോണത്. അപ്പോൾ അവിടെ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. There will be variation in the amount of solar energy received on Earth due to the apparent movement of sun. The sunrise falls vertically region. What happened? High temperature experience here. The sunrise falls slanting a region. What happened? What is slanting? ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ അവിടെ ലോ ടെമ്പറേച്ചർ കുറവായിരിക്കും. ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? ഫോളോ മീ. പുസ്തകം കൃത്യമായിട്ട് വായിച്ചോ. അവിടെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ. ഇത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി പോകണം. ഈ ചിത്രങ്ങൾ മനസ്സിൽ വേണം. The apparent movement of sun. The sun shift apparently between Tropic of Cancer and Tropic of Capricorn is known as apparent movement of sun. There will be variation in the amount of solar energy received on Earth due to the apparent movement of sun. The sunrise falls vertically region. What happened? High temperature experience here. Sunrise falls landing a region. What happened? Low temperature. Have you understand? അടുത്തിലേക്ക് പോലെ എനി ഡൗട്ട്? ഇത് മനസ്സിലായെങ്കിൽ അടുത്ത ടോപ്പിക്ക് കിട്ടുള്ളൂ. ഇനി നോക്ക്, 6 months 6 മാസക്കാലം സൺ ഈസ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ. സൂര്യൻ നോർത്ത് ഹെമിസ്ഫിയറില്ല. 2 ഹെമിസ്ഫിയർ അറിയണം. ഇത് എർത്ത് സങ്കല്പിക്കുക. 0 ഡിഗ്രി ലാറ്റ്യൂഡാണ്. ഇതിന് പേരാണ്, ഈ 0 ഡിഗ്രി ലാറ്റ്യൂഡ് ഇക്വേറ്ററാണ്. ഇക്വേറ്റർ ഭൂമിയെ 2 കഷ്ണാക്കി മുറിക്കുന്നുണ്ട്. അതിൽ ഈ പീസിന് പേരാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇതോ സദേൺ ഹെമിസ്ഫിയർ. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ. ഇനി നമുക്ക് 6 മാസം 6 months സൂര്യൻ നോർത്ത് ഹെമിസ്ഫിയറില്ല. ഏതാണ് 6 മാസം? മാർച്ച് 21 ടു സെപ്റ്റംബർ 23. ഫ്രം മാർച്ച് 21 ടു സെപ്റ്റംബർ 23 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 23 വരെ സൺ ഈസ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ. സൂര്യൻ നോർത്ത് ഹെമിസ്ഫിയറിലാണ്, അല്ലേ? അടുത്ത 6 മാസം റിമൈനിങ് 6 months എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 23 ടു മാർച്ച് 21 എന്ന് വെച്ചാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 21 വരെ സൂര്യൻ എവിടെ? സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ 6 മാസക്കാലം സൺറൈസ് നേരിട്ട് വരെ എവിടെയാണ്? നോർത്ത് ഹെമിസ്ഫിയറിൽ. അടുത്ത 6 മാസം സൺറൈസ് നേരിട്ട് വരെ എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിൽ. സൺറൈസ് ഫാൾസ് വെർട്ടിക്കലി നേരിട്ട് വരുന്നിടത്ത് എന്തേ കാരണം? ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ചെരിഞ്ഞ് വരുന്നിടത്തോ സ്ലാൻഡിങ് ആയി വരുന്നിടത്ത് എന്തായിരിക്കും? ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചർ മീൻസ് കോൾഡ്. ലോ ടെമ്പറേച്ചർ പറഞ്ഞാൽ എന്താ? തണുപ്പ് നല്ലത്. ചായ ചൂട് കുറവാണ് എന്ന് പറഞ്ഞാൽ എന്താ? ചായ തണുത്തു. ലോ ടെമ്പറേച്ചർ മീൻസ് മനസ്സിലാക്കേണ്ടത് കോൾഡ് എന്നാണ്. ഹാവ് യു ഗോട്ട് ഇറ്റ്? കിട്ടിയോ? അപ്പോൾ 6 മാസക്കാലം 6 months സൂര്യൻ്റെ പൊസിഷൻ നോർത്ത് ഹെമിസ്ഫിയറിലാണ്. ആ 6 മാസം സദേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ തണുപ്പായിരിക്കും. നോർത്ത് ഹെമിസ്ഫിയറിൽ സൂര്യൻ നിൽക്കുമ്പോൾ അവിടെ ചൂടുമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളതാണ് സമ്മർ സോൾസ്റ്റേസ്. എന്താ പഠിക്കാള്? സമ്മർ സോൾസ്റ്റേസ്. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സമ്മർ സോൾസ്റ്റേസ്. സമ്മർ സോൾസ്റ്റേസ് ശ്രദ്ധിക്കേണ്ട കാര്യം, എസ് എഴുതാൻ വിട്ടുപോയാൽ ഉമ്മർന്ന് വായിക്കും. അങ്ങനെ എഴുതരുത്. സമ്മർ സോൾസ്റ്റേസ്. അതേപോലെ തന്നെ ഇക്വനോക്സസ്, അതേപോലെ തന്നെ വിൻ്റർ സോൾസ്റ്റേസ്. ഇങ്ങനെ 3 കാര്യം പഠിക്കാണ്ട്. സമ്മർ സോൾസ്റ്റേസ്, ഇക്വനോക്സസ്, ദെൻ വിൻ്റർ സോൾസ്റ്റേസ്.
അങ്ങനെ 3 കാര്യം പഠിക്കാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മർ സോൾസ്റ്റീസ്, ഇക്വിനോക്സസ്, വിൻ്റർ സോൾസ്റ്റീസ്, ഈ 3 കാര്യമാണ് ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഭാഗം. അതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇക്വിനോക്സസിനെ കുറിച്ചാണ്. ഇക്വിനോക്സസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സമരാത്ര ദിനം. സമരാത്ര ദിനം ഇക്വിനോക്സസിൻ്റെ മലയാളം. ഈ ചിത്രം നോക്കിയിട്ട് പറയണം നിങ്ങൾ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ പറയണം. വേർ ഇസ് ദ പൊസിഷൻ ഓഫ് സൺ ഓൺ മാർച്ച് 21? മാർച്ച് 21 സൂര്യൻ്റെ പൊസിഷൻ എവിടെയാണ്? യെസ്, ഇക്വേറ്ററിന്മേൽ. ഓക്കെ, വെരി ഗുഡ്. എന്നാൽ സെപ്റ്റംബർ 23 ഇക്വേറ്റർ, അപ്പോഴും ഇക്വേറ്ററിലാണ്. ഓക്കെ, ഞാൻ ആ രണ്ടും വരച്ചേക്കും അവിടെ. എർത്ത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, ഇക്വേറ്റർ. ഇക്വേറ്ററിൽ സൂര്യൻ നിൽക്കുന്ന 2 ദിവസങ്ങൾ ഞാൻ ചിത്രീകരിക്കുകയാണ്. ഏതൊക്കെ 2 ദിവസങ്ങൾ? മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ഓക്കെ, പറയാൻ പോണ് ഇക്വിനോക്സസാണ്. ശ്രദ്ധിച്ചോളി. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ വെർട്ടിക്കലി ഓവർ, നേരിട്ട് വരിക, ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. സൂര്യൻ്റെ സ്ഥാനം മാർച്ച് 21 സെപ്റ്റംബർ 23 ഇക്വേറ്ററിലേക്ക് വരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് ഓൺ എയ്തർ ഹെമിസ്ഫിയർ, ബോത്ത് ഹെമിസ്ഫിയർ, പോത്തല്ല ബോത്ത്, 2 ഹെമിസ്ഫിയർ ഭൂമിക്കുള്ളത്. ഇത് നോർത്ത് ഹെമിസ്ഫിയർ, അതേ ഹെമിസ്ഫിയർ. ഈ 2 ഹെമിസ്ഫിയറിലേക്കും ഒരേ അളവിൽ ആ സൂര്യപ്രകാശം ലഭിക്കുക. എന്താ 2 ഹെമിസ്ഫിയറിലേക്ക് ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കാനുള്ള കാരണം എന്താ? സൂര്യൻ നടുവിലാണ്, സെൻട്രലാണ്. അപ്പോൾ രണ്ടിടത്തേക്ക് ഈക്വലായിട്ട് വരും. ദീസ് ഡേയ്സ് ആർ നോൺ ആസ് ഇക്വിനോക്സസ്. ഈ 2 ദിവസങ്ങളെ വിളിച്ച പേരാണ് ഇക്വിനോക്സസ്. അപ്പം എന്താ ഇക്വിനോക്സസ്? കേട്ടോളി. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. Hence, equal amount of solar energy received on both hemisphere. These days are known as equinoxes. ഈ 2 ദിവസങ്ങളെ വിളിച്ച പേരാണ് ഇക്വിനോക്സസ്. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ, 2 ഹെമിസ്ഫിയറിലും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്, തുല്യ രാത്രിയും തുല്യ പകലും ആയിരിക്കും. രാത്രിയും പകലും പാടെ കൂടി എത്ര വരാൻ പാടുള്ളൂ? 24 hours അല്ലേ? അപ്പോൾ അതിന് ഈക്വൽ ആക്കുമ്പോൾ എത്ര? 12 hours ഡേയും 12 hours നൈറ്റും ആയിരിക്കും. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ. ഈ ദിവസങ്ങളാണ് ഇക്വിനോക്സസ്. അപ്പം എൻ്റെ ചോദ്യം, ഒരു വർഷത്തിൽ എത്ര ഇക്വിനോക്സസ് ഉണ്ടാവും? 2 ഏതൊക്കെ? മാർച്ച് 21 സെപ്റ്റംബർ 23. ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെ 3 മാർക്കിന്. ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോവിങ് ഡേയ്സ്. ഹൈലൈറ്റ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഫോളോവിങ് ഡേയ്സ്. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യം എഴുതുക, അതിൻ്റെ പ്രത്യേകത എഴുതുക. മാർച്ച് 21 സെപ്റ്റംബർ 23 2 ഡേയ്സും കൊടുത്തു. അന്നിൻ്റെ ബർത്ത്ഡേ ആണ്. എഴുതിക്കാൻ പറ്റുമോ? പറ്റൂല. ആ 2 ദിവസങ്ങളുടെ പ്രാധാന്യം അപ്പാരന്റ് സൺ കൺട്രാ ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അപ്പം എങ്ങനെ ആൻസർ ചെയ്യും? ഇക്വിനോക്സസ് കേട്ടോളി, ലാസ്റ്റ് പറച്ചിലാണ്. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. Hence, equal amount of solar energy received on both hemisphere. These days are known as equinoxes. It has equal day and night experience in both hemisphere. 2 ഹെമിസ്ഫിയറിലും തുല്യ രാത്രിയും തുല്യ പകലുമായിരിക്കും. എനി ഡൗട്ട്? ചോദിച്ചാൽ എഴുതൂലേ? മാർച്ച് 21 ഇക്വേറ്റർ में, സെപ്റ്റംബർ 23 ഇക്വേറ്റർ में, ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇത് 2 മാത്രം ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 2 ഇനി വരാണ്ട്. ഇത് പറയണമെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടിക്കണോ? ക്യാച്ച് ചെയ്തണോ? മാർച്ച് 21 സെപ്റ്റംബർ 23 മനസ്സിലായിണോ? അപ്പം എന്താണ് അപ്പാരൻ്റ് സൺ? നമ്മൾ നേരത്തെ പറഞ്ഞാലോ പറയാം. ദ സൺ ഷിഫ്റ്റ് അപ്പാരൻ്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഈസ് നോൺ ആസ് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. There will be variation in the amount of solar energy received on both hemisphere due to the there will be variation in the amount of solar energy received on both hemisphere due to the apparent movement of sun. The sunrise falls vertically a region. What happened? High temperature experience. Sunrise falls slanting a region. Low temperature experience.
Then equinoxes, the apparent position of sun vertically over the equator on March 21st and September 23rd. So equal amount of solar energy received on either hemisphere. These days are called equinoxes. It has equal day and night experience in both hemisphere. Any doubts? അടുത്തിലേക്ക് പോലെ അടുത്താണ് സമ്മർ സോൾസ്റ്റൈസ്. സമ്മർ സോൾസ്റ്റൈസ് നേരത്തെ പറഞ്ഞ പോലെ എസ് വിട്ടുപോകരുത്, ഉമ്മർ വായിക്കും. സമ്മർ സോൾസ്റ്റൈസ് നോക്കാം. എന്താ സമ്മർ? എന്താ സമ്മർ എന്നാൽ വേനൽക്കാലം, വിൻ്ററോ തണുപ്പ് കാലമാണ്. ഓക്കെ, സമ്മർ സോൾസ്റ്റൈസാണ് പറയാൻ പോണത്. എർത്ത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, പേര് ഇക്വേറ്റർ. 23.5 ഡിഗ്രി നോർത്ത്, നെയിം ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നോക്കാം. മാർച്ച് 21st, വേർ ഇസ് ദ പൊസിഷൻ ഓഫ് സൺ? ഓൺ ഇക്വേറ്റർ. ഓക്കെ, ഇതവിടെ ഇക്വേറ്ററിലാണ്. ജൂൺ 21st, വേർ ഇസ് ദ പൊസിഷൻ ഓഫ് സൺ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പോൾ സൂര്യൻ ഏത് ഹെമിസ്ഫിയറിലേക്കാണ് നീങ്ങിയത്? നോർത്ത് ഹെമിസ്ഫിയറിലേക്ക്. മാർച്ച് 21st. അപ്പോൾ ഏപ്രിൽ സൂര്യൻ ഇവിടെ നിൽക്കും, മെയ് ഇവിടെ നിൽക്കും, ജൂണിൽ ഇവിടെ എത്തി. പറയാൻ പോകുന്നത് സമ്മർ സോൾസ്റ്റിസാ. കേട്ടോളി. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം, ഇവിടെ ഷിഫ്റ്റ് സ്ഥാനം മാറുക. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം ഇക്വേറ്റർ ടു നോർത്തേൺ ഹെമിസ്ഫിയർ. ഇത് നോർത്ത് ഹെമിസ്ഫിയർ, ഇവിടെ നാട്ട് മുകളിൽ നോർത്ത് ഹെമിസ്ഫിയർ ആണ്. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം ഇക്വേറ്റർ ടു നോർത്ത് ഹെമിസ്ഫിയർ ഫ്രം മാർച്ച് ടു ജൂൺ. അല്ലേ? The apparent position of sun shift from equator to northern hemisphere from March to June. On June 21st, the position of sun vertically over Tropic of Cancer. On June 21st, where is the position of sun? Yes, Tropic of Cancer. On June 21st, the position of sun vertically over Tropic of Cancer. This day, ഈ ജൂൺ 21st എന്ന ആ ഡേ, അതിനെ വിളിച്ച പേരാണ് സമ്മർ സോൾസ്റ്റിസ്. ആര് വിളിക്കും? നോർത്ത് ഹെമിസ്ഫിയറിൽ ജീവിക്കുന്ന ആൾ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റിസ് എന്ന്. കാരണം സൂര്യൻ ഇവിടെ നിൽക്കുന്നത്, സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ചൂടല്ലേ, കാരണം സൺറൈസിൻ്റെ അളവ് വേർട്ടിക്കലായിട്ട് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു സൺറൈസ് നേരിട്ട് വരുന്ന ഭാഗത്ത് ചൂടായിരിക്കും, ചെരിഞ്ഞ് കൊടുത്ത് വിൻ്ററായിട്ട് തണുപ്പായിരിക്കും നമ്മൾ പറഞ്ഞാലേ. അപ്പോൾ ഈ ജൂൺ 21st സൺറൈസ് ഫാൾസ് വേർട്ടിക്കലി ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ആ ജൂൺ 21st എന്ന ആ ഡേനെ വിളിച്ച പേരാണ് എന്ത്? സമ്മർ സോൾസ്റ്റിസ് എന്ന്. എന്നാൽ അന്ന് ഇവിടെ കിടക്കുന്ന ആസ്ട്രേലിയക്കാർക്ക് വിൻ്റർ ആയിരിക്കും, തണുപ്പായിരിക്കും. കാരണം ഇവിടേക്ക് സൺറൈസ് എങ്ങനെ വരിക? സ്ലാൻഡിങ്, ചെരിഞ്ഞ് വരും. കാരണം സൂര്യൻ ഇവിടെ നിൽക്കണത്, ഇവിടെ നിൽക്കുമ്പോൾ ഇവിടേക്ക് നേരിട്ട് വരും, ഇവിടേക്ക് ചെരിഞ്ഞ് വരും. അപ്പോൾ ഇവിടെ തണുപ്പായിരിക്കും. ഈ ദിവസം ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ. നോർത്ത് ഹെമിസ്ഫിയർ ലോങ്ങസ്റ്റ് ഡേ, രാത്രിയും പകലും പാടെ കൂടിയ 24 hour വരാൻ പാടുള്ളൂ. അപ്പോൾ ലോങ്ങസ്റ്റ് ഡേ 14, ഏകദേശം 14 മണിക്കൂർ ഡേയും 10 മണിക്കൂർ നൈറ്റും ആയിരിക്കും. ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ. എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ സദേൺ ഹെമിസ്ഫിയർ? സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. എന്താ? ലോങ്ങസ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. കാരണം സദേൺ ഹെമിസ്ഫിയറിൽ സൺറൈസ് സ്ലാൻഡിങ് ആയിട്ടല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചു. സമ്മർ സോൾസ്റ്റിസ് പറയാൻ പോവാണ്. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം ഇക്വേറ്റർ ടു നോർത്ത് ഹെമിസ്ഫിയർ ഫ്രം മാർച്ച് ടു ജൂൺ. ഫ്രം മാർച്ച് ടു ജൂൺ. On June 21st, the position of sun vertically over Tropic of Cancer. This day is called summer solstice. This day is called summer solstice. It has longest day and shortest night in North Hemisphere. North Hemisphere കൂടുതൽ പകലും കുറഞ്ഞ രാത്രിയായിരിക്കും. കിട്ടിയോ? ഒന്നുകൂടെ. സമ്മർ സോൾസ്റ്റിസ്. ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം ഇക്വേറ്റർ ടു നോർത്ത് ഹെമിസ്ഫിയർ ഫ്രം മാർച്ച് ടു ജൂൺ. ഓൺ ജൂൺ 21st, the position of sun vertically over Tropic of Cancer. This day is called summer solstice. It has longest day and shortest night in North Hemisphere.
എങ്കിൽ അന്ന് വാട്ട് വിൽ ഹാപ്പൻ ഇൻ സദേൺ ഹെമിസ്ഫിയർ? ലോങ്ങസ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ. കിട്ടിയില്ലേ? അടുത്ത പഠിക്കാനുള്ളതാണ് വിൻ്റർ സോൾസ്റ്റിസ്. വിൻ്റർ സോൾസ്റ്റിസ് സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, ഇക്വേറ്റർ, 23.5 degrees സൗത്ത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇക്വേറ്റർമേ എന്നാൽ സൂര്യൻ വരുന്നത് ഇവിടെ സെപ്റ്റംബർ 23. ഓക്കെ, ഇത് ഡിസംബർ 22, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ മേ, ഡിസംബർ 22. അപ്പോൾ സെപ്റ്റംബർ ടു ഡിസംബർ ഏത് ഹെമിസ്ഫിയറിലേക്കാണ് സൂര്യൻ നീങ്ങിയത്? സദേ ഹെമിസ്ഫിയറിലേക്ക്. സദേ ഹെമിസ്ഫിയറിലുള്ള സ്ഥലമല്ലേ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ? അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ച ആ പാട്ടിനെ നേരത്തെ വിപരീതമായിട്ട് പാടുക, ഓപ്പോസിറ്റ് രീതിയിൽ പാടുക. എങ്ങനെ? ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം ഇക്വേറ്റർ ടു സദേൺ ഹെമിസ്ഫിയർ ഫ്രം സെപ്റ്റംബർ ടു ഡിസംബർ. The apparent position of sun shift from equator to southern hemisphere from September to December. On December 22nd, the position of sun vertically over Tropic of Capricorn. On December 22nd, the position of sun vertically over Tropic of Capricorn. This day is called winter solstice. ഈ ഡിസംബർ 22 എന്ന ആ ഡേനെ വിളിച്ച പേരാണ് വിന്റർ സോൾസ്റ്റിസ്. ആരാ വിളിക്കുന്നത്? ഇവിടെ കിടക്കുന്ന നോർത്ത് ഹെമിസ്ഫിയർ വിളിക്കുന്ന പേരാണ് വിന്റർ സോൾസ്റ്റിസ് എന്ന്. കാരണം ഇവിടെ നോർത്ത് ഹെമിസ്ഫിയറിൽ സൺറൈസ് വെർട്ടിക്കലി ഫാൾ ഓർ സ്ലാൻഡിക് ഫാൾ, നേരിട്ട് വരുമോ ചെരിഞ്ഞു വരുമോ? സ്ലാൻഡിക്, ചെരിഞ്ഞു വരും. കാരണം സൂര്യൻ ഇവിടെ നിൽക്കണം, അപ്പോൾ ഇവിടേക്ക് ചെരിഞ്ഞിട്ടാണ് സൂര്യപ്രകാശം വരിക. അപ്പോൾ ഇവിടെ വിൻ്റർ അല്ലേ ഉണ്ടാകുക? ചെരിഞ്ഞു വരുമ്പോൾ വിൻ്റർ അല്ലേ ഉണ്ടാകുക? നിങ്ങൾ ആലോചിച്ചൊക്കെ ഡിസംബർ മാസം നമ്മളെ ഇന്ത്യ ഇവിടെ നോർത്ത് ഹെമിസ്ഫിയറിലാണ്. ഡിസംബർ മാസം നമുക്ക് എന്താ? രാവിലെ തണുപ്പല്ലേ? 7 മണിക്ക് എണീക്കാൻ മടിയില്ലേ നമുക്ക്? തണുപ്പുകൊണ്ട് നമ്മൾ കൂലിയൊക്കെ ക്യാൻസൽ ചെയ്യില്ലേ, മാറ്റിവെക്കലില്ലേ? ഇല്ലേ? അതെന്താ നിങ്ങൾ മാറ്റിവെക്കല്ലേ? ഡിസംബറിൽ. ആ ഡിസംബർ മാറ്റിവെക്കല കാരണം എന്താ? നമ്മൾ ഇന്ത്യയിൽ തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വിൻ്റർ സോൾസ്റ്റിസ് വിളിക്കും. എന്നാൽ അന്ന് ഇവിടെ കിടക്കുന്ന ആസ്ട്രേലിയക്കാർക്ക് എന്തേ കാരണം? സമ്മർ. സൂര്യൻ എവിടെയാണോ ഓർക്ക് എപ്പോഴും സമ്മർ. ഓപ്പോസിറ്റ് ഭാഗത്താണ് എന്തുണ്ടാകുക? വിൻ്റർ ഉണ്ടാകുക. അപ്പോൾ നമ്മളെ സിലബസിൽ ഇന്ത്യൻ്റെ ഭാഗം മാത്രമേ നമ്മൾ നോർത്ത് ഹെമിസ്ഫിയറിൻ്റെ കാര്യം പറയുന്നുള്ളൂ. കാരണം സ്വന്തം കാര്യം സിന്ദാബാദ്, അവനാൻ്റെ കാര്യം നോക്കുക. Once again, winter solstice. The apparent position of sun shift from equator to southern hemisphere from September to December. On December 22nd, the position of sun vertically over Tropic of Capricorn. This day is called winter solstice. It has, അന്ന് നോർത്ത് ഹെമിസ്ഫിയർ അവസ്ഥ, it has longest night and shortest day in northern hemisphere. നോർത്ത് ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും. എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ സദേൺ ഹെമിസ്ഫിയർ? ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും. ഇത് നേരെ ഓപ്പോസിറ്റ് അവിടെ ഉണ്ടാകും. കാരണം സൂര്യൻ്റെ സ്ഥാനം മാറി മാറി അനുഭവപ്പെടുന്നത്. എവിടെ സൂര്യൻ്റെ സ്ഥാനം ഉണ്ടോ അവിടെ ഡേ കൂടും. ഡേ കൂടിയാൽ നൈറ്റ് കുറയും. ഇനി സൂര്യൻ്റെ സ്ഥാനം നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ സൂര്യൻ നിൽക്കുന്ന ഭാഗത്ത്, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇവിടെയാണ്. അവിടെ നൈറ്റ് കൂടും, ഡേ കുറയും ചെയ്യും. കിട്ടിയോ? അപ്പോൾ നമ്മൾ ഈ ഡേ ആൻഡ് നൈറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷന് കാരണം കിട്ടിയില്ല നിങ്ങൾക്ക്. എന്താ കാരണം? അപ്പാരന്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ? ഇക്വിനോക്സസ്, സമ്മർ സോൾസ്റ്റിസ്, വിൻ്റർ സോൾസ്റ്റിസ്. മൂന്നും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. എന്താണ് apparent movement of sun? The sun shift apparently between Tropic of Cancer and Tropic of Capricorn is known as apparent movement of sun. There will be variation in the amount of solar energy received on Earth due to the apparent movement of sun. The sunrise falls vertically region, high temperature experience. Sunrise falls landing region, low temperature experience. Then pinna padichu equinoxes. The apparent position of sun vertically over the equator on March 21st and September 23rd. So, equal amount of solar energy received on both hemispheres. രണ്ട് ഹെമിസ്ഫിയറിലേക്കും ഒരേ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുക. These days are called, ആ ദിവസങ്ങളെ വിളിച്ച പേരാണ് equinoxes. It has equal day and night experience in both hemispheres. രണ്ട് ഹെമിസ്ഫിയറിലും ഈക്വൽ ഡേ നൈറ്റ് ആയിരിക്കും. Then പിന്നെ ഡിസ്കസ് ചെയ്തു summer solstice. The apparent position of sun shift from equator to northern hemisphere from March to June.
March to June. On June 21st, the position of sun vertically over Tropic of Cancer. This day is called summer solstice. It has longest day and shortest night in North Hemisphere. North Hemisphere മാത്രം പഠിക്കുക, ഓപ്പോസിറ്റ് ആയിരിക്കും Southern Hemisphere ഉണ്ടാകുക. Then winter solstice, the apparent position of sun shift from equator to southern hemisphere from September to December. On December 22nd, the position of sun vertically over Tropic of Capricorn. This day is called winter solstice. It has longest night and shortest day in northern hemisphere. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക, Southern Hemisphere. കിട്ടിയോ? Any doubt? Have you got it? Okay. അടുത്ത നമുക്ക് ചർച്ച ചെയ്യുന്ന വിഷയമാണ് സമ്മർ ആൻഡ് വിൻ്റർ സീസൺ. സമ്മർ ചൂടുകാലം, വിൻ്റർ തണുപ്പുകാലം. നേരത്തെ നമ്മൾ സമ്മർ സോൾസ്റ്റീസ് ആൻഡ് വിൻ്റർ സോൾസ്റ്റീസ് പറഞ്ഞിരുന്നു. ഏകദേശം അതേപോലെ തന്നെയാണ് സമ്മർ ആൻഡ് വിൻ്റർ സീസൺ. നോക്കൂ, March 21st, where is the position of sun? Equator. September 23rd, equator. അങ്ങനെയാണെങ്കിൽ the period from March to September, the period from March to September, where is the position of sun? March to September എന്ന് പറഞ്ഞാൽ മാർച്ച് ഇവിടെ ഇക്വേറ്റർ, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ, അതല്ലേ മാർച്ച് ടു സെപ്റ്റംബർ. where is the position of sun? നോർത്ത് ഹെമിസ്ഫിയർ. അപ്പോൾ നോർത്ത് ഹെമിസ്ഫിയറിൽ സമ്മർ. അപ്പോൾ കണ്ടോ, as the position of sun is in northern hemisphere, as the position of sun is in northern hemisphere from March to September, as the position of sun is in northern hemisphere from March to September. So summer in northern hemisphere and winter in southern hemisphere. northern hemisphere summer ആയിരിക്കും, southern hemisphere winter ആയിരിക്കും. നോക്കൂ, സൂര്യൻ എവിടെ ഉണ്ടോ അവിടെ സമ്മർ, ഓപ്പോസിറ്റ് ഭാഗത്ത് വിൻ്റർ. അപ്പോൾ ആസ് ദ പൊസിഷൻ ഓഫ് സൺ ഈസ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ, ആസ് ദ പൊസിഷൻ ഓഫ് സൺ ഈസ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ ഫ്രം എന്ന് മുതൽ മാർച്ച് ടു സെപ്റ്റംബർ. സോ സമ്മർ സീസൺ ഇൻ നോർത്ത് ഹെമിസ്ഫിയർ ആൻഡ് വിൻ്റർ സീസൺ ഇൻ സദേൺ ഹെമിസ്ഫിയർ. കിട്ടിയോ? അടുത്ത് സെപ്റ്റംബർ ടു മാർച്ച്. സെപ്റ്റംബർ ടു മാർച്ച് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. വേർ ഇസ് ദ പൊസിഷൻ ഓഫ് സൺ? സദേൺ ഹെമിസ്ഫിയർ അല്ലേ. അപ്പോൾ നോർത്ത് ഹെമിസ്ഫിയർ എന്താവും? വിൻ്റർ. അപ്പോൾ സദേൺ ഹെമിസ്ഫിയർ എന്താവും? സമ്മർ. എവിടെയാണോ സൂര്യൻ അവിടെ സമ്മർ, ഓപ്പോസിറ്റ് ഭാഗത്ത് വിൻ്റർ. അങ്ങനെ പറയാം, ആസ് ദ പൊസിഷൻ ഓഫ് സൺ ഈസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ഫ്രം സെപ്റ്റംബർ ടു മാർച്ച്. സോ സമ്മർ ഇൻ സദേൺ ഹെമിസ്ഫിയർ ആൻഡ് വിൻ്റർ ഇൻ നോർത്ത് ഹെമിസ്ഫിയർ. നോക്കി പോവാം. അടുത്ത പഠിക്കാനുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് മിക്ക പരീക്ഷയ്ക്കും ചോദ്യം വരുന്ന ഭാഗമാണ്, 3 മാർക്കിന്. സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസൺ. സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസൺ. സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസൺ. Spring and autumns are the two transition season between summer and winter. What about transition? ചേഞ്ച്, പരിവർത്തനം, ഒന്നു മറ്റത്തിലേക്കുള്ള മാറ്റം. ട്രാൻസിഷൻ മീൻസ് മാറ്റം. അപ്പോൾ സ്പ്രിംഗ് ആൻഡ് ഓട്ടംസ് ആർ ദ ടു ട്രാൻസിഷൻ സീസൺ ബിറ്റ്വീൻ സമ്മർ ആൻഡ് വിൻ്റർ. വേനൽക്കാലത്തിനും തണുപ്പ് കാലത്തിനും ഇടയിലെ 2 ട്രാൻസിഷൻ സീസൺ, മാറ്റത്തിൻ്റെ കാലങ്ങളാണ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം. അപ്പോൾ സ്പ്രിംഗ് ആൻഡ് ഓട്ടംസ് ആർ ദ ടു ട്രാൻസിഷൻ സീസൺ ബിറ്റ്വീൻ സമ്മർ ആൻഡ് വിൻ്റർ. അതിന് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ, സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ സീസൺ ഫ്രം വിൻ്റർ ടു സമ്മർ. സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ സീസൺ ഫ്രം വിൻ്റർ ടു സമ്മർ. തണുപ്പ് കാലത്തിൽ നിന്ന് ചൂട് കാലത്തിലേക്കുള്ള മാറ്റമാണ് സ്പ്രിംഗ് സീസൺ. വിൻ്റർ, സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ സീസൺ ഫ്രം വിൻ്റർ ടു സമ്മർ. ഫീച്ചേഴ്സ്: പ്ലാന്റ് സ്പ്രൗട്ടിംഗ്, ചെടികൾ തളിർക്കുന്നു. ബ്ലൂമിംഗ് മാംഗോ ട്രീസ്, മാവ് പൂക്കുന്നു. ആൻഡ് ജാക്ക് ഫ്രൂട്ട്സ് ബിയറിംഗ് ബഡ്സ്, പ്ലാവുമ്മ ചെറിയ ചക്ക ഉണ്ടായി തുടങ്ങുന്നു. ദീസ് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് സ്പ്രിംഗ് സീസൺ. ഐ റിപ്പീറ്റ്, സ്പ്രിംഗ് ആൻഡ് ഓട്ടംസ് ആർ ദ ടു ട്രാൻസിഷൻ സീസൺ ബിറ്റ്വീൻ സമ്മർ ആൻഡ് വിൻ്റർ. അതിൽ സ്പ്രിംഗ് ഈസ് ദ ട്രാൻസിഷൻ സീസൺ ഫ്രം വിൻ്റർ ടു സമ്മർ.
പെക്യൂലിയാരിറ്റീസ് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ബ്ലൂമിങ് മാംഗോ ട്രീസ്, ദെൻ ജാക്ക് ഫ്രൂട്ട്സ് ബിയറിംഗ് ബഡ്സ്, ലാവുമ്പോൾ ചക്ക ഉണ്ടായി തുടങ്ങുക, ആൻഡ് പ്ലാന്റ് സ്പ്രൗട്ടിങ്, ചെടികൾ തളിർക്കുക. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്പ്രിംഗ് സീസൺ. ദെൻ ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ സീസൺ. ഓട്ടം എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ സീസൺ ഫ്രം സമ്മർ ടു വിൻ്റർ. ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ സീസൺ ഫ്രം സമ്മർ ടു വിൻ്റർ. ചൂട് കാലത്ത് നിന്ന് തണുപ്പ് കാലത്തിലേക്കുള്ള മാറ്റം, അതാണ് ഓട്ടം സീസൺ. ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ സീസൺ ഫ്രം സമ്മർ ടു വിൻ്റർ. ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുക, ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോവുക, അപ്പോൾ തണുപ്പുണ്ടായി വരിക, ഇതാണ് ഓട്ടം സീസൺ. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരുന്നു, കൺസിഡറബിളി ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്നു. ആൻഡ് ഷെഡ് ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. മരങ്ങളുടെ ഇലകളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നു. ദീസ് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഓട്ടം സീസൺ. ഇമ്പോർട്ടൻ്റാണ് പരീക്ഷയ്ക്ക്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസൺ. Spring and autumn are the two transition season between summer and winter. Spring is the transition season from winter to summer. Plants sprouting, ചെടികൾ തളിർക്കുന്നു. Blooming mango trees, മാവ് പൂക്കുന്നു. Jackfruits bearing buds are the peculiarities of spring season. Now autumn is the transition season from summer to winter. ചൂടും തണുപ്പിലേക്കുള്ള മാറ്റമാണ് ഓട്ടം സീസൺ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ആൻഡ് ഷെഡ് ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. മരങ്ങളുടെ ഇലകളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നു. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓട്ടം സീസൺ. ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? നോക്കിപ്പോണം, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണിത്. മിക്ക പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നു 3 മാർക്കിന്. നൗ വി ഡിസ്കസ് ആൻഡ് ദ ടോപ്പിക് ഈ സീസണൽ ചേഞ്ച്. ഒരു കാര്യം മനസ്സിലാക്കുക, ബേസിക്കായൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, നോർത്തേൺ ഇത് എർത്ത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും. നേരെ തിരിച്ചും, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും. ഇതൊരു ബേസാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ സമ്മർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ, ആൻഡ് വൈസ് വേഴ്സ. നേരെ തിരിച്ച്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ. ഇനി അതേപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണ് എങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം. തിരിച്ച്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ്. കിട്ടിയോ? ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? യെസ്, ഓക്കെ. ദെൻ ഇനി പഠിക്കുന്നതാണ് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്ക്. ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ, ട്രോപ്പിക്കൽ സോൺ, നിങ്ങളുടെ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിച്ചോ ഇല്ല എനിക്കറിയില്ല, പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ നോക്കാം. താപീയ മേഖലകൾ. ഇവിടെ നമ്മളിപ്പോൾ അതുവരെ ഡിസ്കസ് ചെയ്ത സീസൺസുകൾ നോക്കാം. ഇത് 0 ഡിഗ്രി, ഇത് എർത്ത്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, പേരെന്താ? ഇക്വേറ്റർ. 23.5 ഡിഗ്രി നോർത്ത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 degree south, Tropic of Capricorn. Then 66.5 degree north, Arctic Circle. 66.5 degree south, Antarctic Circle. 90 degree north, North Pole. 90 degree south, South Pole. ഇതാണ് മേജർ ലാറ്റിറ്റ്യൂഡ്. പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സുകൾ ഇതാണ്. അതിൽ 23.5 ഡിഗ്രി നോർത്ത് ടു 23.5 ഡിഗ്രി സൗത്ത്, ഈ സോണിന് പേരെന്താ അറിയോ? ഇതിൻ്റെ പേര് ട്രോപ്പിക്കൽ സോൺ. അതിൻ്റെ പേരാണ് ട്രോപ്പിക്കൽ സോൺ, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ സോൺ എന്ന് പറയാം. മധ്യരേഖാ പ്രദേശം എന്ന് പറയലുണ്ട് അതിനെ. ട്രോപ്പിക്കൽ സോൺ ഈ ഭാഗം 23.5 ഡിഗ്രി നോർത്ത് ടു 23.5 ഡിഗ്രി സൗത്ത്. ദെൻ 23.5 degree north to 66.5 degree north and 23.5 degree south to 66.5 degree south. ആ ഭാഗത്തിന് പേരാണ് ടെമ്പറേറ്റ് സോൺ.
മൂന്നാമത്തെ ഇത് 66 നോർത്ത് ടു 90° നോർത്ത് ആൻഡ് 66 സൗത്ത് ടു 90° സൗത്ത്. ആ ഭാഗത്തെ പേരാണ് ഫ്രിജിഡ് സോൺ. ഫ്രിജിഡ് സോൺ. പ്രത്യേകത ട്രോപ്പിക്കൽ സോൺ, ഹൈ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ നല്ല ചൂടായിരിക്കും ട്രോപ്പിക്കൽ സോണിൽ. ടെമ്പറേറ്റ് സോൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മിതോഷ്ണ മേഖല എന്നാണ്. മിതോഷ്ണം, മിതമായ ഉഷ്ണം. ചൂട് അധികമില്ല, ചൂട് കുറവില്ല. ഏതുപോലെ നമ്മളെ കണക്കിൻ്റെ ഒക്കെ മാർക്ക് പോലെ, മാർക്ക് അധികമില്ല എന്നാൽ കുറവുമല്ല, അതിന് മീഡിയം റേഞ്ചിൽ. അതാണ് ടെമ്പറേറ്റ്. എന്നാൽ ഇതാണ് ഫ്രിജിഡ് സോൺ. ഈ സോൺ 90° നോർത്തിൻ്റെ ഭാഗം ഫ്രിജിഡ് സോൺ. സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. നല്ല തണുപ്പായിരിക്കും അവിടെ. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമ്മർ, വിൻ്റർ, സ്പ്രിംഗ്, ഓട്ടം, ദിസ് സീസണൽ ചേഞ്ച് ആർ നോട്ട് പ്രൊഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ സോൺ. ട്രോപ്പിക്കൽ സോണിൽ കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല സീസണൽ ചേഞ്ച്. ഇക്വേറ്ററിൻ്റെ ഭാഗത്ത്, ഈ ഇക്വേറ്റർ റീജിയനിൽ സീസണൽ ചേഞ്ച് കാര്യമായിട്ടില്ല. അവിടെ എപ്പോഴും ഹൈ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ നല്ല ചൂടായിരിക്കും. എന്നാൽ നമ്മളിതുവരെ ഡിസ്കസ് ചെയ്ത സമ്മർ, വിൻ്റർ, സ്പ്രിംഗ്, ഓട്ടം, ഈ സീസണൽ ചേഞ്ച് കാര്യമായി നടക്കുന്ന സ്ഥലമാണ് ടെമ്പറേറ്റ് സോൺ. അവിടെയാണ് സീസണൽ ചേഞ്ച് കാര്യമായിട്ട് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ സോണിലും സീസണൽ ചേഞ്ച് കാര്യമായിട്ടില്ല. കാരണം അവിടെ പോളാർ റീജിയനാണ്, ധ്രുവപ്രദേശമാണ്. ഈ ധ്രുവപ്രദേശത്ത് കൊടും തണുപ്പായിരിക്കും ഉണ്ടാവുക. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പേജ് നമ്പർ 12. പേജ് നമ്പർ 12 എടുക്കുക. അതിൽ കണ്ടോ ഒരു ടേബിൾ കണ്ടോ, ഒരു പട്ടിക കണ്ടോ? മിക്ക പരീക്ഷയ്ക്കും ആ പട്ടികയിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. ഞാൻ ആ പട്ടിക പറയാം, കാണാതെ ഞാൻ പറഞ്ഞുതരാം. ആ പട്ടിക സിമ്പിളാണ്, ഒന്ന് ചെറിയ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. ആ പട്ടികയിൽ 4 കോളാണുള്ളത്. ഒന്ന് ഓരോ മാസങ്ങളാണ്, പീരീഡ് കൊടുത്തിട്ടുണ്ട്. 2 മൂവ്മെൻറ്റ് ഓഫ് ദി സൺ, സൂര്യൻ എവിടുന്ന് എങ്ങോട്ട് നീങ്ങുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ സീസൺ ഇൻ നോർത്ത് ഹെമിസ്ഫിയർ, നോർത്ത് ഹെമിസ്ഫിയറിലെ സീസണാണ്. അടുത്ത് സദേൺ ഹെമിസ്ഫിയറിലെ സീസണാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഈ ടേബിളിൽ നിന്ന് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദ്യം വരും. നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രം ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റും. നോക്കാം, ഈ ചിത്രം മനസ്സിലുണ്ടായാൽ മതി. ദ പീരിയഡ് ഫ്രം, ഞാൻ തുടങ്ങുകയാണ്. ദ പീരിയഡ് ഫ്രം മാർച്ച് 21 ടു ജൂൺ 21. ദ പീരിയഡ് ഫ്രം മാർച്ച് 21 ടു ജൂൺ 21. നിങ്ങൾ പറയും സൂര്യൻ എവിടുന്ന് എങ്ങോട്ട് നീങ്ങുന്നു? യെസ്, ഇക്വേറ്റർ ടു നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. The period from March 21 to June 21. Sun shift from equator to Tropic of Cancer. അല്ലേ? അന്ന് നോർത്ത് ഹെമിസ്ഫിയറിൽ എന്താ? സ്പ്രിംഗ് സീസൺ. സദേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ ഓട്ടമായിരിക്കും. ആണ് നോക്ക്. അടുത്ത് ദ പീരിയഡ് ഫ്രം ജൂൺ 21 ടു സെപ്റ്റംബർ 23. ദ പീരിയഡ് ഫ്രം ജൂൺ 21 ടു സെപ്റ്റംബർ 23. Sun shift from Tropic of Cancer to Equator. ആണോ നോക്ക്? യെസ്, ഓക്കെ. സമ്മർ ഇൻ നോർത്ത് ഹെമിസ്ഫിയർ ആൻഡ് വിൻ്റർ ഇൻ സദേൺ ഹെമിസ്ഫിയർ അല്ലേ നോക്ക്? ആണ്. then അടുത്ത് ദ പീരിയഡ് ഫ്രം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22. Sun shift from Equator to Tropic of Capricorn. ആണോ? ഓക്കെ. Then autumn in northern hemisphere and spring in southern hemisphere. അല്ലേ നോക്ക്? Yes. And last one, the period from December 22 to March 21. Sun shift from Tropic of Capricorn to Equator. Winter in northern hemisphere and summer in southern hemisphere. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നോർത്ത് ഹെമിസ്ഫിയറിൽ സമ്മർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ, നോർത്ത് ഹെമിസ്ഫിയറിൽ വിൻ്റർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ, നോർത്ത് ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം, നോർത്ത് ഹെമിസ്ഫിയറിൽ ഓട്ടം ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ്. അപ്പോൾ 1, 2, 3 കോളം പഠിക്കുക, മൂന്നാമത്തിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തുക അല്ലേ. ഓക്കെ. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ടോപ്പിക്ക് പറയാണ്. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം വന്ന ചോദ്യമാണ് 3 മാർക്കിന്. ചോദ്യം ഇങ്ങനെ വന്നത്, ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ശരിക്കും നമ്മൾ 23.5 നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണിത്. ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണുമാണ്.
അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നുള്ളതിൻ്റെ മലയാളമാണെന്ത്? ഉത്തരായനം എന്ന്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മലയാളമാണ് ഉത്തരായനം എന്ന്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മലയാളമാണ് ദക്ഷിണായനം എന്ന്. പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം തന്നെ ഉള്ളൂ, ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിലും. അപ്പോൾ പഠിച്ചു വെച്ചോ, നോക്കാം. സിമ്പിളാണ്, ഈ ചിത്രത്തിൽ നിന്ന് കിട്ടും. അത് ചിത്രം നോക്കാം. ഞാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റം വരുത്തുക. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ, 23.5 ഡിഗ്രി സൗത്ത്. ഏതാ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖ അല്ലേ. 23.5 ഡിഗ്രി നോർത്ത്. ഏതാ? ഉത്തരായന രേഖ എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നോക്കാം. ഡിസംബർ 22 എവിടെ? സൂര്യൻ്റെ പൊസിഷൻ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ മേ. ഓക്കെ. ജൂൺ 21 എവിടെ സൂര്യന്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ മേ എന്ന് പറയുമ്പോൾ ഇത് ദക്ഷിണായന രേഖ, ഇത് ഉത്തരായന രേഖ. നോക്കൂ, ഡിസംബറിന്ന് ജനുവരി ഇവിടെ, ഫെബ്രുവരി ഇവിടെ, മാർച്ച് ആയപ്പോൾ ഇക്വേറ്ററിലേക്ക് എത്തി സൂര്യൻ അല്ലേ. ഇക്വേറ്ററിന് പിന്നെ ഏപ്രിൽ ഇവിടെ, മെയ് ഇവിടെ, ജൂൺ ആയപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് എത്തി. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ വേറെ പേരാണ് ഉത്തരായനം എന്ന്. അപ്പോൾ എന്താ ഉത്തരായനം? കേട്ടോളി. ഉത്തരായനം എന്ന് പറഞ്ഞാൽ the apparent position of sun shift from Tropic of Capricorn to Tropic of Cancer. The apparent position of sun shift from Tropic of Capricorn to Tropic of Cancer from December to June. ഡിസംബർ ടു ജൂൺ. ഡിസംബർ മുതൽ ജൂൺ വരെ എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ആ സമയത്ത് സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കാപ്രിക്കോൺ വന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോവുകയാണ്. അപ്പോൾ എവിടുക്കാ പോണത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മലയാളം എന്താ? ഉത്തരായനം. അപ്പോൾ ആ ദിവസമാണ്, ആ ഒരു മൂവ്മെൻ്റാണ് ഉത്തരായനം എന്ന്. ഈ മൂവ്മെൻറ്റ് ഈ പോക്കിനെ വിളിച്ച പേരാണ് ഉത്തരായനം. നോക്കൂ, ഡിസംബർ ഇവിടെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വന്ന് ക്യാൻസറിലേക്കല്ലേ പോയത്? ക്യാൻസറിൻ്റെ പേരല്ലേ ഉത്തരായനമെന്ന്. അപ്പോൾ ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം മൂവ് ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഫ്രം എന്ന്? ഡിസംബർ ടു ജൂൺ. ദിസ് ഈസ് നോൺ ആസ് ഉത്തരായനം. ആ മൂവ്മെൻറ്റിനെ വിളിച്ച പേരാണെന്ത്? ഉത്തരായനം എന്ന് പറയുമ്പോൾ ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയുള്ള ആ പീരീഡ് സമയത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ ദക്ഷിണായന രേഖയിൽ നിന്നും ത്രൂ ഇക്വേറ്റർ വഴി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക്, ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ നീങ്ങുന്നു. അതാണ് ഉത്തരായനം എന്ന് വിളിച്ചത്. കിട്ടിയോ? വൺസ് അഗൈൻ, ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഫ്രം ദ പീരീഡ് ഫ്രം എന്ന് മുതൽ ഡിസംബർ ടു ജൂൺ. ദിസ് ഈസ് നോൺ ആസ് ഉത്തരായനം. അപ്പോൾ ഈ ദക്ഷിണായനം നേരെ തിരിച്ച് എങ്ങനെ? കാരണം ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇങ്ങനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ക്യാൻസർ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതുവരെ എന്ന് മുതലാ? ഫ്രം ജൂൺ ടു ഡിസംബർ. ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത്. അപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതിന് വിളിച്ച പേരാണ് ദക്ഷിണായനം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഫ്രം ജൂൺ ടു ഡിസംബർ. ദിസ് ഈസ് നോൺ ആസ് ദക്ഷിണായനം. എനി ഡൗട്ട്? ക്ലിയർ? I repeat, ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഉത്തരായനം എന്ന് പറഞ്ഞാൽ ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ മൂവ് ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഫ്രം ഡിസംബർ ടു ജൂൺ. ദിസ് ഈസ് നോൺ ആസ് ഉത്തരായനം. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മലയാളം ഉത്തരായനം എന്ന. അപ്പോൾ എവിടേക്കാണോ എത്തുന്നത് അതിനനുസരിച്ചാണ് പേര് ഉത്തരായനം. അടുത്ത് ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ ഷിഫ്റ്റ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഫ്രം എന്ന് മുതലാ? ജൂൺ ടു ഡിസംബർ. ദിസ് ഈസ് നോൺ ആസ് ദക്ഷിണായനം. ഹാവ് യു ഗോട്ട് ഇറ്റ്? ഇത്രയും പറഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിലെ സീസൺസ് എന്നുള്ള ഭാഗം അവസാനിച്ചു. സീസണുള്ള ഭാഗം ഇനിയില്ല, സീസണുള്ള ഭാഗം അവസാനിച്ചു. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റവല്യൂഷൻ ഓഫ് ദി എർത്ത്.
റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, ലീപ്പ് ഇയർ, ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് ആക്സിസ്, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, ഇക്വിനോക്സസ്, സമ്മർ സോൾസ്റ്റിസ്, വിന്റർ സോൾസ്റ്റിസ്, സമ്മർ ആൻഡ് വിന്റർ, സ്പ്രിംഗ് ആൻഡ് ഓട്ടം, ആൻഡ് ഫൈനലി ആ ടേബിൾ, പേജ് നമ്പർ 12 ടേബിൾ. ദെൻ ലാസ്റ്റ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ചാപ്റ്ററിലെ സീസൺസ് എന്നുള്ള ഭാഗം. ഈ ഒരു എപ്പിസോഡ് കൂടി അവസാനിച്ചു. ഈ ക്ലാസ് കണ്ടതിന് ശേഷം കൃത്യമായി നിങ്ങൾ പുസ്തകം വായന വേണം. ഒരു പരന്ന വായന SS പഠിക്കാൻ ആവശ്യമുണ്ട്. ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ആയാലും ഹിസ്റ്ററിയൊക്കെ ഇതിനേക്കാൾ വായന വേണം. ഒരു ക്ലാസ് കണ്ടു എന്ന് കരുതി നിങ്ങൾക്കിത് ആൻസർ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. ഒപ്പം നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകവുമായിട്ട് നല്ല ബന്ധം വേണം, എന്നാലേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നന്നായി വായിക്കുക. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കാനും നന്നായിട്ട് പരീക്ഷ വരുമ്പോൾ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വായിക്കൂലെന്ന്. ഓക്കെ.